CPM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വാർത്തകൾ വരുന്നു. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല എന്ന വാർത്തയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കോൾ നടത്തിയിട്ടില്ല. അതേസമയം ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ മകൻ V അരുൺകുമാറിനെ മത്സരിപ്പിച്ച് തിരിച്ചടിക്കാനാണ് ഇപ്പോൾ CPM ആലോചിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്ക് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇന്ന് CPIM-ൽ ഉള്ള നേതാക്കളിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ നേതാക്കൾ ഒരാളാണ് ജി സുധാകരൻ. SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് പാർട്ടിയിൽ ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ച ജി സുധാകരന് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സുധാകരൻ പാർട്ടിയുമായി പിണങ്ങി പുറത്തേക്ക് വരികയാണെങ്കിൽ അത് CPIM-ന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങിയാൽ അവിടെ പാർട്ടിയുടെ സാധ്യതകളെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതായത് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത പോലും ഇല്ലാതാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അത്രയ്ക്ക് കണ്ട് അമ്പലപ്പുഴയുമായിട്ടും അവിടുത്തെ പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായിട്ടൊക്കെ അടുപ്പമുള്ള നേതാവാണ് സുധാകരൻ. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും ഒപ്പം തന്നെ നല്ല ഭരണാധിപൻ എന്നുള്ള പേരുമൊക്കെയുള്ള സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് CPIM-ന് വലിയ തലവേദനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, അദ്ദേഹം ഇന്ന് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയാൽ അത് സംസ്ഥാനത്തെ ആകെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒന്നായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൂടി CPM മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ജി സുധാകരൻ്റെ നീക്കങ്ങളെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാനാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും തീരുമാനം. ആ നിർദ്ദേശമാണ് ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സുധാകരൻ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ എന്താണ് അദ്ദേഹത്തെ നേരിടാൻ എടുക്കേണ്ട കാര്യങ്ങൾ എന്ന തീരുമാനങ്ങൾ നാളെ ഉണ്ടാകും. എന്തായാലും സുധാകരൻ്റെ പുറത്തേക്കിറക്കം CPIM-ന് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.